ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറയുന്ന ഈ ഒരു ഭവിഷ്യവാണി ഉറപ്പായിട്ടും പ്രാവർത്തികമാകുന്നതാണ്. അപ്പോൾ എന്താണ് ആ ഒരു ഭവിഷ്യവാണി എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു റീബർത്ത് ഉണ്ടാവാൻ പോകുകയാണ് നിങ്ങൾക്ക്. അതായത് ഒരു പുതിയ ജന്മം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ പതുക്കെ പതുക്കെ പല മാറ്റങ്ങളും ഉണ്ടാവുന്നത്. അങ്ങനെയല്ല ഭവിഷ്യവാണി പറയുന്നത്. അല്ലാതെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ സഡനായിട്ട് നിങ്ങൾക്ക് പോലും വിചാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെട്ടെന്നുള്ള മാറ്റങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു സഡനായിട്ട് നിങ്ങൾക്ക് എന്തോ വലിയൊരു സന്തോഷം ലഭിക്കുന്നതായിട്ട്, ആ ഒരു സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുമേ, ഇതിനു വേണ്ടി ഞാൻ കാത്തിരുന്നു, ഇപ്പോഴാണല്ലോ എനിക്ക് ആ ഒരു സന്തോഷ വാർത്ത ലഭിച്ചത് എന്നാലോചിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടും. ദൈവത്തിലുള്ള വിശ്വാസം നിങ്ങൾക്ക് കൂടും. ഇത്രയും കാലം നിങ്ങൾ എന്തോ വലിയൊരു ദുഃഖത്തിലായിരുന്നു. പക്ഷേ പെട്ടെന്ന് നിങ്ങൾക്കൊരു സന്തോഷം ലഭിച്ചപ്പോൾ നിങ്ങൾ ആ ഒരു ദുഃഖത്തിൽ നിന്ന് പുറത്ത് വന്നായിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഫീലാകും. അതായത് ഒന്ന് അവസാനിച്ചു നിങ്ങളുടെ ലൈഫിൽ. അതായത് ദുഃഖമെല്ലാം നിങ്ങളുടെ ലൈഫിൽ അവസാനിച്ചു. ഇനി ആരംഭം ഉണ്ടാവാൻ പോകുകയാണ്. ആ ഒരു സുഖത്തിൻ്റെ, ആ ഒരു സന്തോഷത്തിൻ്റെ, ആ ഒരു അവസാനത്തിൻ്റെയും ആരംഭത്തിൻ്റെയും നടുവിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം മാത്രം മതി നിങ്ങൾക്ക് ആ ഒരു സന്തോഷത്തിലെത്താൻ. അതിൻ്റെ ആ ഒരു അടുത്ത് നിങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് തോന്നത്തില്ലേ, ഇതിന് മുന്നേ വരെ ഞാൻ എന്തുമാത്രം ദുഃഖത്തിലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ എന്തുമാത്രം സന്തോഷം അനുഭവിക്കുന്നു. അതായത് ഇന്നലെ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് കരഞ്ഞു അവരുടെ ആ ഒരു ദുഃഖം കാരണം. ഇന്ന് ആ വ്യക്തി നല്ല സന്തോഷിക്കുന്നു, അവരുടെ ആ ജീവിതത്തിൽ ഉണ്ടായ സന്തോഷം കാരണം. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകും. ഒരു നിമിഷം കൊണ്ട് നിങ്ങൾക്ക് തോന്നും, വീണ്ടും എൻ്റെ ഉള്ളിൽ ജീവൻ വന്നുവല്ലോ എന്ന്. അങ്ങനെ തോന്നൽ യൂണിവേഴ്സ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കും. ഈ ഒരു എനർജി എന്ന് പറയുന്നത് നമ്പർ 5ൻ്റെ ആ ഒരു എനർജി നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ, ഈ ഒരു എനർജി എപ്പോഴും നിങ്ങളെ സർപ്രൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പല സർപ്രൈസും അത് തരും. ഇവിടെ സർപ്രൈസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ വേണ്ടിയുള്ള ഈവൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. എത്രത്തോളം കഠിനമായിരുന്നു നിങ്ങൾക്ക് ഇത്രയും ദിവസം ജീവിക്കാൻ എങ്കിൽ, ഇനി അത്രത്തോളം ലളിതമായിരിക്കും നിങ്ങളുടെ ജീവിതം. അതായത് ഇതിനു മുന്നേ വരെ കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾ നേരിട്ടു. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതം വളരെ ലളിതമാവുന്നതാണ്. അതായത് ഇനി നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ചുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടാവത്തില്ല. അയ്യോ, എൻ്റെ ഭാവി നിങ്ങൾ എങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കുമോ, അങ്ങനെ ടെൻഷനുണ്ട്. കാരണം അത്രമാത്രം നിങ്ങൾ ഭാവി സുരക്ഷിതമാണ് എന്ന് നിങ്ങൾക്ക് ഫീലാകും. അപ്പോൾ പിന്നെ നിങ്ങൾ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കത്തില്ലല്ലോ. ഈ ഒരു 55 നമ്പർ ആദ്യമെല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ദുഃഖങ്ങളായിരുന്നു. പക്ഷേ ഇനി നിങ്ങൾ ഈ ഒരു 55 നമ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് സുഖങ്ങളായിരിക്കും കിട്ടുന്നത്. അതായത് ഈ ഒരു നമ്പർ തന്നെയാണ് ആദ്യം നിങ്ങളെ ദുഃഖിപ്പിച്ചതും, ഇനി ഈ ഒരു നമ്പർ തന്നെയാണ് നിങ്ങളെ സുഖത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അത് നിങ്ങൾക്ക് ഏതോ ഒരു ഏഞ്ചൽ നമ്പർ അതിൽ ഭയങ്കരമായിട്ട് പേടിയുണ്ട്. ആ ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങൾ കാണുമ്പോഴെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഏഞ്ചൽ നമ്പറിനെ നിങ്ങൾ ഭയക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വൃക്ഷം, പക്ഷേ ആ വൃക്ഷത്തിന് മഴയും ഒന്നുമില്ലാതെ വെയിൽ കൊണ്ട് അത് കരിഞ്ഞ് അതിലെ ഇലകളെല്ലാം കരിഞ്ഞ് താഴെ വീണു. അതായത് ഉണങ്ങി നിൽക്കുന്ന വൃക്ഷം. പെട്ടെന്നൊരു മഴ വന്ന് ആ വൃക്ഷത്തിന് കായ്ക്കാനും പൂക്കാനും ഇലകൾ വരാനും എല്ലാം തുടങ്ങി. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുകയാണ്. അതായത് എന്താണോ നിങ്ങളുടെ ദുഃഖം, ആ ഒരു ദുഃഖത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നിട്ട് നിങ്ങൾ വളരെയധികം സന്തോഷമായിട്ട് ജീവിക്കാൻ പോകുകയാണ്. അതായത് വലിയൊരു കൊടുങ്കാറ്റും മഴയും വന്ന് നിങ്ങളുടെ ആ ഒരു ലൈഫിലെ പ്രശ്നങ്ങളെ എല്ലാം തൂത്തുവാരി കൊണ്ടുപോയി. ഇനി നിങ്ങളുടെ ലൈഫിൽ സന്തോഷവും സമാധാനവും ശാന്തിയുമാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ പുതിയൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുകയാണ്. ഇനി പഴയത് ആലോചിച്ച് ടെൻഷൻ അടിക്കാനോ കരയാനോ വിഷമിക്കാനോ പോകരുത് നിങ്ങൾ. ഒരു ടൈം എന്ന് പറയുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള ടൈമാണ്. എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പോലും അറിയാൻ സാധിക്കത്തില്ല. ഇവിടെ ഗൈഡൻസ് ആയിട്ട് വന്നിരിക്കുന്ന ഇതാണ്. അതായത് നിങ്ങൾ കുറച്ചൊന്ന് ആവശ്യമില്ലാതെ ഷോപ്പിംഗ് ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിലൊന്ന് നിയന്ത്രണം വയ്ക്കുക. കാരണം മോശം കർമ്മം ചെയ്യുന്നവർക്ക് ചിലപ്പോൾ പൈസയുടെ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് അനുഭവിക്കേണ്ടി വരാം. നല്ല കർമ്മം ചെയ്യുന്നവർക്ക് പൈസയുടെ ബുദ്ധിമുട്ട് ഉണ്ടാവത്തില്ല. അവർക്ക് എപ്പോഴും കയ്യിൽ പൈസ ഉണ്ടാവും. പക്ഷെ മോശം കർമ്മം ചെയ്തിട്ടുള്ളവരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് പൈസ കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആവശ്യമില്ലാതെ ഇനി തൊട്ട് അങ്ങോട്ട് ഷോപ്പിംഗ് ചെയ്ത് പൈസ വെറുതെ കളയരുത് എന്ന് ഞാൻ പറഞ്ഞത്. കാരണം എപ്പോഴാണ് പൈസ നമുക്ക് വേണ്ടതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല.
ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും പൈസ ഉണ്ടാവണം. നാളെ ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്കും സഹായം ചെയ്യുന്ന ആളായിട്ട് വരണം. അതായത് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി ആൾക്കാരെ കാണത്തില്ല. അവർ ചിലപ്പോൾ നമ്മളെ അടുത്ത് പൈസ ചോദിക്കും. മോളെ, മക്കളെ, ആഹാരം കഴിക്കാൻ പൈസ തരുമോ? മരുന്ന് വാങ്ങിക്കാൻ പൈസ തരുമോ? അങ്ങനെ ചോദിക്കത്തില്ലേ? അതേപോലെ ചോദിക്കുമ്പോൾ നമുക്കും കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എപ്പോഴും പൈസ ഉണ്ടാവണം. അതാണ് ദൈവവും ആഗ്രഹിക്കുന്നത്. നമ്മുടെ പാത്രത്തിൽ അന്നമുണ്ടെങ്കിൽ ആ ഒരു അന്നം നമുക്ക് മറ്റൊരാൾക്കും കൂടെ കൊടുക്കാൻ പറ്റും. അതായത് വിശന്നിരിക്കുന്ന ഒരു വ്യക്തിക്കും കൂടെ കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ദൈവം എപ്പോഴും നിങ്ങളുടെ ആ ഒരു പാത്രം എപ്പോഴും പൈസ കൊണ്ട് നിറഞ്ഞിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു കർമ്മം നല്ലതാണ് എങ്കിൽ ദൈവം നിങ്ങളെ മാധ്യമമാക്കും നല്ല കർമ്മങ്ങൾ ചെയ്യാനായിട്ട്. ഇവിടെ ദൈവം പറയുന്നത് നിങ്ങളോട് പ്ലീസർ മൈൻഡിൽ വരിക, ശാന്തിയും സമാധാനവും ആ ഒരു മൈൻഡിൽ വരിക. നിങ്ങൾ ചില സമയത്ത് കണ്ടിട്ടില്ലേ, മഴ സമയത്ത് സൂര്യഭഗവാനെ കാണാൻ പോലും പറ്റത്തില്ല നമുക്ക്. കാർമേഘം കൊണ്ട് മൂടിക്കിടക്കും. പക്ഷേ മഴയില്ലാത്ത സമയത്താണെങ്കിലോ എപ്പോഴും സൂര്യഭഗവാനെ നമുക്ക് രാവിലെ തന്നെ കാണാൻ സാധിക്കും, ഉദിച്ച് വരുന്നത് കാണാൻ സാധിക്കും. അതേപോലെ നമ്മൾക്ക് മഴയുള്ള സമയത്ത് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എല്ലായിടവും തേടും, സൂര്യഭഗവാനെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച്. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിലും ചില അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതായത് നിങ്ങളെ മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കി നിങ്ങളോട് സംസാരിക്കാതെ, നിങ്ങളോട് സംസാരിച്ചാൽ അവരുടെ ജീവിതം പോലും മോശമാകും എന്നൊക്കെ വിചാരിച്ച് മനഃപൂർവ്വമായിട്ട് നിങ്ങളോട് ഡിസ്റ്റൻസ് വയ്ക്കുന്ന ചില ആൾക്കാർ, നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഇനി അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളെ തേടി പിടിച്ച് വരും. അതായത് നിങ്ങളോട് മനഃപൂർവ്വം ഡിസ്റ്റൻസ് വച്ച ആൾക്കാർ ഇനി നിങ്ങളെ തേടി പിടിച്ച് വരും, നിങ്ങളോട് സംസാരിക്കാനായിട്ടും നിങ്ങളോട് ബന്ധം വയ്ക്കാനായിട്ടും. കാരണം ആരും നിങ്ങളോട് ഡിസ്റ്റൻസ് വച്ച് പോയാലും നിങ്ങൾ അവരോട് ദേഷ്യം കാണിക്കത്തില്ല. ഒരു കള്ളത്തനമോ അങ്ങനെ ഒന്നും നിങ്ങൾക്കില്ല. നിങ്ങൾ എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് തുറന്ന് പറയും. പക്ഷെ അത് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ നിങ്ങൾ ഒരിക്കലും കള്ളം മനസ്സിൽ വെച്ച് പെരുമാറാനോ അങ്ങനെ ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ല. അത് കാരണമാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കൂടുതലും ശത്രുക്കളെ കിട്ടിയത്. പക്ഷേ ഇനി ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് തേടി വരും നിങ്ങളെ. ഇവിടെ ദൈവം മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുണ്ട് എങ്കിൽ ദൈവം അത്രമാത്രം നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നത്. എപ്പോഴും എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന വ്യക്തിയാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആരൊക്കെയാണോ നിങ്ങളെ നിന്ദിച്ചതും ആരൊക്കെയാണോ നിങ്ങളോട് നിന്ന് മനഃപൂർവ്വം ഡിസ്റ്റൻസ് വെച്ച് പോയതും അവരെല്ലാം ഇനി നിങ്ങളെ പ്രശംസിക്കുന്നതാണ് നിങ്ങളുടെ ആ ഒരു വളർച്ച കണ്ടിട്ട്. ഇവിടെ ഇതിനെയാണ് നമ്മൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അത് അത്രമാത്രം നിങ്ങൾക്ക് ഒരു പേരും പ്രശസ്തിയും റെസ്പെക്റ്റും എല്ലാം ലഭിക്കും. കാരണം നിങ്ങൾക്ക് എപ്പോഴും ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഒരു ഫോളോ ചെയ്യുന്ന ആളാണ്. ഒരിക്കലും നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിൽ ആരും കളിക്കാൻ പാടില്ല. ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒരിക്കലും ഇല്ലാതാവാൻ പാടില്ല. അതിൽ ആരും കയറി കളിക്കാനും പാടില്ല. അത് നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ഫെയ്റ്റഡ് ആയിട്ടാണ് ഉള്ളത്. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കുന്നതെന്ന്. അങ്ങനെയല്ല, ചിലത് ഫെയ്റ്റഡ് ആയിരിക്കും. അതായത് നിങ്ങൾ ഇത് അനുഭവിച്ചിരിക്കേണ്ടത് വിധിയാണ് എന്നുള്ള കാര്യവുമുണ്ട്. ഒരു നല്ല കർമ്മം മറ്റൊരു നല്ല കർമ്മത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്നില്ല. അതേപോലെ നിങ്ങളുടെ നല്ല കർമ്മം നിങ്ങളെ വേറെ നല്ല കർമ്മത്തിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെയോ ഇൻറ്റൻഷൻസ് ഉണ്ട് നിങ്ങളുടെ ആ ഒരു ലൈഫ് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നു. കാരണം നിങ്ങൾ ഏത് രീതിയിലാണോ ഒരു വിത്ത് മണ്ണിലിട്ട് മുളപ്പിക്കുന്നത് അതുപോലെയാണ് നിങ്ങൾക്കതിൽ ആ ഒരു വിത്തിൽ നിന്ന് ബലവും ലഭിക്കുന്നത്. അതേപോലെ നിങ്ങൾ നല്ല രീതിയിൽ ഒരു വിത്തിട്ട് മുളപ്പിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നല്ല ഫലമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. മോശം രീതിയിലാണ് ഒരു വിത്തിട്ട് മുളപ്പിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ഫലം ലഭിക്കുമോ? ഒരിക്കലും ഇല്ല. കാരണം അത് വളർന്നു വരുമ്പോൾ ചിലപ്പോൾ കാക്കുകയോ പൂക്കുകയോ ചെയ്യാതെ വെറുതെ ഒരു വൃക്ഷമായിട്ട് നിൽക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഇൻറ്റൻഷൻ എന്താണോ അതനുസരിച്ചാണ് നമുക്ക് ഫലം ലഭിക്കുന്നത്. നല്ല ഇൻറ്റൻഷനോടെ നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഫലം നമുക്ക് ഉറപ്പായിട്ട് ലഭിക്കുക തന്നെ ചെയ്യും. അതായത് എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാറാൻ സാധിക്കും. ഓരോ സമയവും നിങ്ങളുടെ ആ ഒരു റെക്കോർഡ് നിങ്ങൾ തകർത്ത് കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് മറ്റൊരാളോടും ഒരു ഇതും ഉണ്ടാവത്തില്ല. നിങ്ങളോട് മാത്രമായിരിക്കും ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്കുണ്ടാവും. കാരണം നിങ്ങളുടെ ഒറ്റൊരാളുടെ ആ ഒരു പ്രയത്നം കൊണ്ടാണ് നിങ്ങൾക്ക് ഇതുവരെ എത്താൻ സാധിച്ചത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങളോട് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവുന്നത്. ഓരോ പ്രാവശ്യവും പുതിയ പുതിയ ഒരു പേഴ്സണാലിറ്റി നിങ്ങൾക്കുള്ളിൽ ഉണ്ടായി വരും പുറത്ത്. അത് നിങ്ങളെ കൂടുതലായിട്ട് ഉയരങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും.
ഇവിടെ 3 വർഷം മുന്നേ നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാന്ന്, ഇപ്പോഴത്തെ നിങ്ങളുടെ സ്വഭാവം എങ്ങനെയെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ. മുന്നേയൊക്കെ നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഉച്ചത്തിൽ സംസാരിച്ച് വായിൽ നിന്ന് എന്താണോ പറയുന്നത് അത് മറ്റുള്ളവർക്ക് പോലും, അടുത്തുള്ള വീട്ടുകാർക്ക് പോലും കേൾക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ സംസാരം. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്വഭാവം നോക്കിയേ എന്ത് മാറ്റങ്ങളാണ് വന്നത് എന്ന്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ പറയും വേണമെങ്കിൽ ഏജ് മാറുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു മെച്യൂരിറ്റി വരുമെന്ന്. പക്ഷേ അങ്ങനെ ഞാൻ ഒരിക്കലും അതിൽ വിശ്വസിക്കുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ 70ഉം 50ഉം 60ഉം വയസ്സായ ആൾക്കാർ കൊച്ചു കുട്ടികളോട് കാണിക്കുന്ന കണ്ടിട്ടുണ്ടോ? അവരെന്തെങ്കിലും തെറ്റ് കാണിക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്ന് അതിനെ അടിക്കാനോ അല്ലെങ്കിൽ അതിനെ വഴക്ക് പറയാനോ ശ്രമിക്കും. അപ്പോൾ അവർക്ക് ചിന്തിച്ചൂടെ? അതായത് അവർ ഇതേപോലെ കുഞ്ഞിലെ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർക്കും ഇതേപോലെ അവരുടെ അമ്മയും ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും. അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ അവരെ അടിച്ചോ ദേഷ്യപ്പെടുകയോ ചെയ്തിട്ട് കാര്യമില്ല എന്ന് അപ്പോൾ അവൾക്ക് തോന്നുന്നില്ല. അവർ പെട്ടെന്ന് ആ കുട്ടിയെ അടിക്കുകയോ അല്ലെങ്കിൽ ചീത്ത പറയുകയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് വയസ്സായ മെച്യൂരിറ്റി വരുമെന്ന് പറയുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കാറില്ല. ഇവിടെ ഒരു വ്യക്തിക്ക് മെച്യൂരിറ്റി വരുന്നത് അവർ അനുഭവിക്കുന്ന ആ ഒരു ദുഃഖം കാരണമാണ്. കാരണം ഒത്തിരി ദുഃഖങ്ങൾ അനുഭവിച്ച് അവർക്കൊരു മെച്യൂരിറ്റി വരും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലും ആ ഒരു മെച്യൂരിറ്റി വരും. മറ്റുള്ളവരോട് സംസാരിക്കുന്ന ആ ഒരു രീതി അത് നിങ്ങളെ എല്ലാവരും നോട്ടീസ് ചെയ്യും. നിങ്ങളുടെ ആ ഒരു സംസാര രീതി, നിങ്ങളുടെ പെരുമാറ്റം ഇതെല്ലാം മറ്റുള്ളവർക്ക് നിങ്ങളോടൊരു ഭയങ്കരമായിട്ടൊരു റെസ്പെക്റ്റ് കൂടുതലായിട്ട് തോന്നിപ്പിക്കും. മറ്റുള്ളവർ ഇനി കൂടുതലായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വരും. അപ്പോൾ നിങ്ങളെ വിട്ടുപോയവരെല്ലാം വീണ്ടും നിങ്ങളോട് ഒരു കണക്ഷൻ വയ്ക്കാൻ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പ്രസിദ്ധി കൈവരിക്കുന്നവരായി മാറുക തന്നെ ചെയ്യും. കൂടാതെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു ലൈഫ് നിങ്ങൾ ജീവിക്കുകയും ചെയ്യും. വളരെ നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്. അതേ സമയം നിങ്ങളെ നല്ല ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇന്ന് വരെ നിങ്ങൾ എന്താണോ അനുഭവിച്ചത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നല്ലത് ഉണ്ടാവാൻ പോകുന്നു. ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങളെ ഈ ഒരു സമയം കൊണ്ടുപോകുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ സെൻട്രൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാവരുടെയും കണ്ണുകൾ നിങ്ങളിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മറ്റുള്ളവരുടെ ലൈഫ് പോലെയല്ല നിങ്ങളുടെ ലൈഫ്, കുറച്ച് വ്യത്യസ്തമാണ്. നിങ്ങൾ ചിലപ്പോൾ ദൈവത്തിനോട് ചോദിക്കാറുമുണ്ട്, എല്ലാവരുടെയും ലൈഫ് എഴുതിയതുപോലെയല്ല എൻ്റെ ലൈഫ് ദൈവം എഴുതിയത്. എന്നെ പെൻസിലിൽ ആയിട്ടാണോ എഴുതിയത്? മറ്റുള്ളവരുടെ ലൈഫ് പേനയിട്ട് എഴുതിയിട്ട് എൻ്റെ ലൈഫ് പെൻസിലിട്ടാണോ എഴുതിയത്? അങ്ങനെയും ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല നിങ്ങളുടെ ലൈഫ് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതായത് ദുഃഖത്തിലിരിക്കുമ്പോഴും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ദൈവത്തിനോട് ചോദിച്ച് സ്വന്തമായിട്ട് ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ എന്ത് സ്ഥിതിയാണെങ്കിലും ദൈവം അത് കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. എത്ര തന്നെ ദുഃഖത്തിലാണെങ്കിലും നാളെ ഒരു സുഖം നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. കാരണം ഇതും കടന്നു പോകും. എപ്പോഴും ദുഃഖമായിരിക്കത്തില്ല ഒരാളുടെ ആ ഒരു ജീവിതത്തിൽ, എപ്പോഴും സുഖവുമായിരിക്കത്തില്ല. അതുകൊണ്ട് ദുഃഖമുണ്ടെങ്കിൽ സുഖമുണ്ട്, സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്, അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോവുക. പിന്നെ ഞാൻ 2 ദിവസം റീഡിങ് ഇടാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഗുരുവായൂർ പോയായിരുന്നേ. 20 വർഷത്തിന് ശേഷം എൻ്റെ മോൾ ഇതുവരെയും ഗുരുവായൂർ പോയിട്ടില്ല. മോളെയും കൊണ്ടാണ് പോയത്. ഒരു 3 മണിക്കൂർ ഞാൻ ക്യൂ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വാകച്ചാർന്ന് തൊഴാൻ പറ്റി. അത് തന്നെ വലിയൊരു കാര്യം. പിന്നെ കൃഷ്ണൻ്റെ അന്നം, രാവിലത്തെ ആ ഒരു അന്നം എനിക്ക് കഴിക്കാൻ പറ്റി. ഇതെല്ലാം ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു ബ്ലെസ്സിങ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് വാകച്ചാർത്തും അവിടുത്തെ അന്നവും എല്ലാം എനിക്ക് കഴിക്കാൻ പറ്റി. പിന്നെ കാടാമ്പുഴയിൽ പോയി, അവിടെയും മുട്ടുടച്ചു, അവിടുത്തെ അന്നവും കഴിക്കാൻ പറ്റി. പിന്നെ തിരുവൈരാണിക്കുളം, അങ്ങനെ കുറച്ച് ക്ഷേത്രങ്ങൾ പോയായിരുന്നേ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു ബ്ലെസ്സിങ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു എല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള അമ്പലങ്ങളിലെല്ലാം പോയി തൊഴുവാൻ എന്നെക്കൊണ്ട് സാധിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അതിൻ്റെ ആ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്കും ഇതേപോലെ എല്ലാ ബ്ലെസ്സിങ്ങും ഉണ്ടാവട്ടെ. എല്ലാ സ്ഥലങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തെല്ലാം നിങ്ങൾക്കും പോയി ഭഗവാനെ ദർശിക്കാൻ സാധിക്കട്ടെ, ബ്ലെസ്സിങ് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇനിയുള്ള സമയം നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്രൗണ് കാണാൻ സാധിക്കും. ക്രൗണ് നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ആ ഒരു റെസ്പെക്റ്റ് കൂടാൻ പോവുകയാണ്. നിങ്ങൾക്ക് സമൂഹത്തിൽ പേരും പ്രശസ്തിയും കിട്ടാൻ പോവുകയാണ്. അതാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ ഈശ്വരനിൽ നിങ്ങൾക്കുള്ള ആ ഒരു വിശ്വാസം കൂടുതലായിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾക്ക് നല്ലത് സംഭവിക്കും. നിങ്ങൾക്ക് ഈശ്വരനിലുള്ള വിശ്വാസം കൂടി വരും അങ്ങനെ.
ഇനി ഒരിക്കലും ക്യാഷിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒരിക്കലും അനുഭവിക്കേണ്ടി വരത്തില്ല. നിങ്ങളുടെ ആ ഒരു മടിയിൽ ക്യാഷ് എപ്പോഴും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങളുടെ ആ ഒരു അഭിമാനത്തിനാണ്. നിങ്ങൾ ആരെയും അപമാനിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്നെയും ആരും അപമാനിക്കാൻ പാടില്ല. അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്കിനി നേരിടേണ്ടി വരത്തില്ല. ഇവിടെ നിങ്ങൾ ഇനി 44 നമ്പർ കാണുന്നുണ്ടെങ്കിൽ അത് 4 നമ്പർ ആയിരിക്കില്ല, 8 നമ്പർ ആയിരിക്കും. അത് കർമ്മയുടെ നമ്പറാണ് 8. നിങ്ങളുടെ ആ ഒരു സംഘർഷങ്ങൾ ഇനി കൂടുകയല്ല, കുറയുകയാണ് ചെയ്യുന്നത്. കാരണം 444 നമ്പർ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നിങ്ങളുടെ ആ ഒരു സംഘർഷങ്ങളെ കൂട്ടാതെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ 44 നമ്പർ കാണാൻ തുടങ്ങുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതായത് നിങ്ങളെ ആരെങ്കിലും ചതിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ഒരു ഈ ഒരു നമ്പർ കണ്ട് തുടങ്ങിയിട്ട് ഒരു 4 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അവരുടെ ആ ഒരു മുഖംമൂടി എന്താണെന്ന് നിങ്ങളുടെ മുന്നിൽ ദൈവം കാണിച്ചു തരും. അതായത് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് നല്ലതാണോ മോശമാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് ദൈവം അവരുടെ മുഖംമൂടി നിങ്ങളുടെ മുന്നിൽ അഴിച്ച് കാണിച്ചു തരും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നിങ്ങൾ നോട്ടീസ് ചെയ്യുക. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നോട്ടീസ് ചെയ്യുക. കാരണം ദൈവം നിങ്ങളുടെ ആ ഒരു സംഘർഷങ്ങളെ കൂട്ടാനല്ല കുറയ്ക്കാനാണ് നോക്കുന്നതെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഏത് ഏഞ്ചൽ നമ്പറാണോ ദൈവം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണിച്ചു തരുന്നത്, ആ ഒരു ഏഞ്ചൽ നമ്പറിനെ കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്യുക. ഇല്ല എങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതിയെക്കുറിച്ച് എന്താണോ പറയുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തി റിലേറ്റഡ് ആയിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് പറയുക, ദൈവമേ ഇന്ന ദിവസത്തിനുള്ളിൽ ഈ ഒരു വ്യക്തി റിലേറ്റഡ് ആയിട്ടുള്ള കൺഫ്യൂഷൻ എനിക്ക് മാറ്റി തരണമേ എന്ന് പറഞ്ഞ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ടും ഈ നിങ്ങൾ പറഞ്ഞ ആ ഒരു ദിവസത്തിനുള്ളിൽ ദൈവം ആ ഒരു വ്യക്തി റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു കൺഫ്യൂഷൻ ഉറപ്പായിട്ടും മാറ്റി തരുന്നതാണ്. അതിനുവേണ്ടി എന്തെങ്കിലും രീതിയിൽ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ ഒരു വ്യക്തിയുടെ മുഖംമൂടി മാത്രമല്ല അഴിഞ്ഞു വീഴാൻ പോകുന്നത്. 4 തൊട്ട് 5 വ്യക്തികൾ, ഈ പറഞ്ഞ നമ്പറിലുള്ള 5 വ്യക്തികളുടെ മുഖംമൂടി നിങ്ങളുടെ മുന്നിൽ അഴിഞ്ഞു വീഴാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ഏതോ ഒരു വ്യക്തി അങ്ങനെയുള്ള വ്യക്തിയാണ്. അതായത് നിങ്ങളോട് സംസാരിക്കുന്നത് നല്ല സ്നേഹത്തിലായിരിക്കും, പക്ഷേ ഉള്ളിൽ നിങ്ങളോട് ദേഷ്യം വച്ചാണ് പുലർത്തുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തിയുടെ മുഖംമൂടി ഉറപ്പായിട്ടും പുറത്ത് അഴിഞ്ഞു വീഴുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു വ്യക്തിയുടെ ആ ഒരു കാര്യം ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ ഭയങ്കരമായിട്ട് ഡൗട്ടുണ്ട്. അതായത് ഈ വ്യക്തി ഉറപ്പായിട്ടും എനിക്കിവിടെ നല്ലതല്ല ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഡൗട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ഡൗട്ട് ചെയ്യുന്ന ആ ഒരു വ്യക്തിയുടെ മുഖംമൂടിയും അഴിഞ്ഞു വീഴും. ഇവിടെ 2 വ്യക്തികൾ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി ഇങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ. ആ ഒരു വ്യക്തി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് കൊണ്ട് നിങ്ങൾ ആ ഒരു വ്യക്തിയോട് ഡിസ്റ്റൻസ് വച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു 2 വ്യക്തികൾ നിങ്ങൾക്ക് ഡൗട്ടുണ്ട്. ഇനി 2 വ്യക്തികൾ വന്നിട്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ല. കാരണം ആ വ്യക്തികൾ നിങ്ങളോട് അത്രയ്ക്ക് സ്നേഹത്തിലാണ് പെരുമാറുന്നത്. പുറമേ നിങ്ങളോട് സ്നേഹം കാണിച്ചിട്ട് ഉള്ളിൽ ഭയങ്കരമായിട്ട് നിങ്ങളോട് ദേഷ്യം വയ്ക്കുന്നവരാണ് ആ 2 പേര്. അപ്പോൾ 2 പേര് ഓൾറെഡി നിങ്ങൾക്ക് ഡൗട്ടുണ്ട്, 2 പേര് ഇങ്ങനെയുള്ള ആളുമാണ് എന്നാണ് ഇവിടെ. അപ്പോൾ 4 പേരായി. ഒരാൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള, അപ്പോൾ മൊത്തം 5 പേരായി. അപ്പോൾ വരാൻ പോകുന്ന 40 ദിവസത്തിനുള്ളിൽ ഈ 5 വ്യക്തികൾ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു കൺഫ്യൂഷൻ എന്താണോ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ആരാണ് മോശം ആരാണ് നല്ലത് എന്ന് എല്ലാം നിങ്ങൾക്ക് A to Z കാര്യം മനസ്സിലാവുന്നതാണ് ഇവിടെ ആ ഒരു മുഖം മൂടി അഴിഞ്ഞു വീഴുമ്പോൾ. കാരണം 5 വ്യക്തികൾ നിങ്ങളുടെ ചുറ്റിലും ഇങ്ങനെയാണ്. അതായത് അവർ നിങ്ങളെ എങ്ങനെ തകർക്കാം എന്നുള്ള രീതിയിലാണ് ഉള്ളത്. ആ 5 വ്യക്തികളുടെ ആ ഒരു മുഖംമൂടി ഉറപ്പായിട്ടും പുറത്ത് വരിക തന്നെ ചെയ്യും. ഇവിടെ ഈ ഒരു വ്യക്തികളുടെ യഥാർത്ഥ മുഖംമൂടി നമുക്ക് മനസ്സിലാവുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറി സെറ്റ് ആക്കും. ഇനി ആ കാളി നിങ്ങളുടെ രക്ഷ ചെയ്യുന്നുണ്ട്. കാരണം അമ്മയുടെ കയ്യിൽ ത്രിശൂലമുണ്ട്. ആരൊക്കെ നിങ്ങളെ തകർക്കാൻ വന്നാലും അമ്മ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ടെൻഷനാണോ ഉള്ളത് ആ ഒരു ടെൻഷൻ അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുക. അമ്മ എനിക്ക് ഈ ഒരു ടെൻഷനാണുള്ളൂ, ഇതിൽ നിന്ന് എന്നെ എങ്ങനെയെങ്കിലും കരകയറ്റണമെന്ന് പറഞ്ഞ് അമ്മയുടെ മുന്നിൽ സമർപ്പിക്കുക നിങ്ങളുടെ ടെൻഷൻ. ചില ആൾക്കാർ നിങ്ങൾക്ക് നേരെ ബ്ലാക്ക് മാജിക് ചെയ്തതായിട്ടും ചില ആൾക്കാർ നിങ്ങളുടെ ഇമേജിനെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരമുണ്ടാക്കി നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിമാനമാണ് ഏറ്റവും വലിയ
കാര്യം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ തന്നെ ഇവർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങളെ സമൂഹത്തിൽ ഒരു വിലയും ഇല്ലാത്തവരാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണവർ. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുക. അമ്മയോട് പറയുക നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണോ. ഇവിടെ നിങ്ങളെക്കുറിച്ചും വളരെ മോശമായിട്ട് ആരാണോ സംസാരിച്ചത്, നിങ്ങളുടെ ആ ഒരു നിങ്ങൾ വളരെ അഭിമാനിയാണ്. നിങ്ങളുടെ ആ ഒരു അഭിമാനത്തിന് കോട്ടം വരുന്ന രീതിയിൽ ആരാണോ സംസാരിച്ചത്, ആ ഒരു വ്യക്തിക്ക് അവർ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ബലം അമ്മ കൊടുക്കുക തന്നെ ചെയ്യും. അമ്മയെ നമ്മൾ എത്രത്തോളം വിളിക്കുന്നോ അത്രത്തോളം പെട്ടെന്ന് അമ്മ നമ്മൾക്ക് ജീവിതത്തിൽ ന്യായം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഈ ഒരു ദിവസങ്ങൾ കൂടുതലായിട്ടും നിങ്ങൾക്ക് അമ്മയുടെ വീഡിയോകൾ കാണാൻ സാധിക്കുക. അമ്മയുടെ ആ ഒരു മുഖം തന്നെ വീണ്ടും വീണ്ടും മനസ്സിൽ വരിക, ഇല്ലെങ്കിൽ സ്വപ്നത്തിൽ ഒരു പെൺകുട്ടിയെ കാണുക. ഇതെല്ലാം അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഫീൽ ആകുന്നത് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. ചില ആൾക്കാർക്ക് ഇങ്ങനെ തോന്നാം, എന്തുകൊണ്ട് അമ്മയുടെ വീഡിയോസ് ഷോർട്സ് എൻ്റെ മുമ്പിൽ കൂടുതലായിട്ട് വരുന്നത്, എന്ത് കാര്യമെന്ന്. അതിൻ്റെ അർത്ഥം അമ്മ പറയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ്. നിങ്ങൾ ഇപ്പോഴത്തെ ആ ഒരു ടൈം ശ്രദ്ധിച്ചിട്ടുണ്ടോ? തെറ്റ് ചെയ്യാത്തവരാണ് ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സമയത്ത്. നിങ്ങൾ സമയം നോക്കുന്നുണ്ടാവും, ദൈവമേ എന്താ ഇങ്ങനെ അന്യായം ആൾക്കാരോട് ചെയ്യുന്നത്, അവർ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ അവരോട് അന്യായം കാണിക്കുന്നത്. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ കൺമുന്നിൽ കണ്ട പല കാര്യങ്ങൾക്കും നിങ്ങൾക്കിങ്ങനെ തോന്നിക്കാണും. സമയം ആര് തെറ്റ് ആര് ശരിയെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇനി അങ്ങോട്ട് സമയം ഇങ്ങനെയാണ്, അതായത് ആരുടെ ഭാഗത്താണ് ന്യായമുള്ളത് എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. റിയാലിറ്റി എന്താണോ അത് കാണിച്ചു കൊടുക്കുകയാണ് ദൈവം എല്ലാവർക്കും. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഒരാളെയും പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ സമയമായിരിക്കും അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് വേദനയാണോ ഉള്ളത് അത് നിങ്ങൾ ഭദ്രകാളി അമ്മയുടെ കാൽക്കൽ സമർപ്പിക്കുക. മുന്നെയൊക്കെ നിങ്ങളുടെ കണ്ണുകൾ ഏറ്റവും കൂടുതൽ നോക്കിക്കൊണ്ടിരുന്നത് അതായത് ഇലകളൊന്നും ഇല്ലാതെ ഉണങ്ങി നിൽക്കുന്ന വൃക്ഷമില്ലേ, അതിലൂടായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും നോക്കാൻ ശ്രമിക്കുന്നത് നല്ല രീതിയിൽ പൂത്ത് കാച്ച് നിറച്ച് ഇലകളൊക്കെ ഉള്ള വൃക്ഷങ്ങളിലോട്ടായിരിക്കും നിങ്ങളിപ്പോൾ കൂടുതലായിട്ട് നോക്കാൻ ശ്രമിക്കുന്നത്. കാരണം നിങ്ങളുടെ ജീവിതവും അതുപോലെ മാറാൻ പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇമേജസ് ആയിരിക്കും കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള പച്ചപ്പായിട്ടുള്ള പൂത്ത് കാച്ച് കിടക്കുന്ന ആ ഒരു വൃക്ഷം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ് എന്ന്. കാരണം നിങ്ങൾക്ക് മുന്നേ അറിയാമായിരുന്നു ഒരു സമയം അങ്ങനെ വരും, ആ ഒരു സമയം എൻ്റെ ജീവിതം മാറുമെന്ന് നിങ്ങൾ മുന്നേ വിചാരിച്ചിട്ടുള്ള കാര്യമായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ സമയം ആവുന്നതിന് മുന്നേ ഒരു വേദന കിട്ടി. ആ ഒരു വേദന അനുഭവിച്ചതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ആ ഒരു സമയം വന്നത്. നിങ്ങളുടെ മുന്നിൽ സ്ഥിതികൾ അങ്ങനെ വന്നു, പക്ഷെ നിങ്ങൾ ആ ഒരു സ്ഥിതികളെ പോസ്റ്റ്പോൺ ചെയ്തു പൊയ്ക്കൊണ്ടേയിരുന്നു. അതായത് നിങ്ങളുടെ മുന്നിൽ സ്ഥിതികൾ വരുമ്പോൾ നിങ്ങൾ പറയും, ദൈവമേ എനിക്ക് ഇത്രയും ദുഃഖമൊന്നും സഹിക്കാൻ പറ്റത്തില്ല, എനിക്ക് വയ്യ ദുഃഖം സഹിക്കാൻ എന്ന് പറയും. അങ്ങനെ അത് പോസ്റ്റ്പോണ്ടായി കൊണ്ടേയിരുന്നു. അതായത് നിങ്ങളുടെ ട്രാൻസ്ഫർമേഷനെ നിങ്ങൾ തന്നെ താമസിച്ചാക്കിക്കൊണ്ടേയിരുന്നു. അതായത് നിങ്ങൾ ആ ഒരു ദുഃഖത്തെ അപ്പോൾ അനുഭവിച്ച് തീർത്തെങ്കിൽ നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പെട്ടെന്ന് നടന്നു. പക്ഷെ നിങ്ങൾ അനുഭവിക്കാൻ വയ്യ, എനിക്കിത് അനുഭവിക്കാൻ വയ്യ 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 എന്നുള്ള രീതിയിൽ അത് പറഞ്ഞ് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷനെ നിങ്ങൾ വൈകിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോഴത്തെ സമയം എങ്ങനെയെന്ന് വെച്ചാൽ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് അത് സംഭവിക്കുക തന്നെ വേണമായിരുന്നു. അത് വിധിയായിരുന്നു. അതുകൊണ്ട് അത് സംഭവിച്ചു. അങ്ങനെ നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. 2025 നല്ല കോൺഫിഡൻസ് ഉള്ളവരായിരുന്നു. പക്ഷെ 2026 വീണ്ടും കോൺഫിഡൻസ് ഡൗൺ ആയതുപോലെ എന്തോ കാര്യത്തിനെ പേടിക്കുന്നത് പോലെ തോന്നുന്നു. ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ടാണ് കൂടുതലും പേടി. ഞാൻ പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കൂ. നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഒന്നും തന്നെ നിങ്ങൾക്ക് സംഭവിക്കത്തില്ല. നിങ്ങളുടെ ഫ്യൂച്ചർ സേഫാണ്. എന്ത് കാര്യത്തിൽ നിന്നാണോ നിങ്ങളുടെ ആ ഒരു മനസ്സ് മാറുന്നത് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് പ്രാപ്തമാകും. അതായത് നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വിക്ടറി, നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ വിക്ടറി, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു ജസ്റ്റിസ്, അതിനെക്കുറിച്ച് ആലോചിച്ചാണ് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് നിങ്ങൾ മാറ്റാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾക്ക് തനിയെ അത് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ജസ്റ്റിസ് ആണെങ്കിലും വിക്ടറി ആണെങ്കിലും. നമ്മൾ ഒരിക്കലും സന്തോഷത്തിൻ്റെ പിറകെ പോകരുത്. സന്തോഷം നമ്മുടെ പിറകെയാണ് വരേണ്ടത്. നിങ്ങളെപ്പോഴും നിങ്ങളിൽ വർക്ക് ചെയ്യുക. നിങ്ങളുടെ വാല്യൂ കൂട്ടിക്കൊണ്ടേയിരിക്കുക. നിങ്ങളിൽ വർക്ക് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ്, നിങ്ങളുടെ ആ ഒരു സെൽഫ് ലവ് എല്ലാം നിങ്ങൾ വർക്ക് ചെയ്യുക അതിൽ. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ തനിയെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്.
നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്താണോ അത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ഒരു ക്രിയേറ്റിവിറ്റിയാണ് നിങ്ങളുടെ ജീവിതം മാറ്റാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു കൺഫ്യൂഷനോ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത ലൈഫ്, എപ്പോഴും സന്തോഷവും സമാധാനവും അങ്ങനൊരു ലൈഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനൊരു ലൈഫ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജീവിക്കാൻ സാധിക്കും. കാരണം നിങ്ങളുടെ ലൈഫിൽ അലൈൻമെൻറ്റ് വരാൻ പോവുകയാണ്. അങ്ങനെയുള്ള സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും നിങ്ങൾ വെറുതെ കളയത്തില്ല. ഓരോ നിമിഷവും വിലപ്പെട്ടതായിട്ട് കണ്ട് നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യും. ഇവിടെ ആരാണോ അന്യായം ചെയ്യുന്നത് അവർക്ക് അവരുടെ ആ ഒരു കർമ്മഫലത്തിൻ്റെ അനുഭവം ഉറപ്പായിട്ട് ലഭിക്കുക തന്നെ ചെയ്യും. കൂടാതെ ആരാണോ സഹിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് നേരെ ന്യായം കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ട്രാൻസ്ഫർമേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ട് സ്നേഹമുണ്ടാകും. ഒത്തിരി സന്തോഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. ഇവിടെ നിങ്ങളുടെ ആ ഒരു പൂർണ്ണ ലൈഫും പ്രൊട്ടക്ഷനിലാണ്. ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ഒരു പ്രശ്നവും നിങ്ങൾക്ക് നേരിടേണ്ടി വരത്തില്ല. നിങ്ങളുടെ ആരോഗ്യം റിലേറ്റഡ് ആയിട്ട് ഒരു പ്രശ്നവും നിങ്ങൾക്ക് നേരിടേണ്ടി വരത്തില്ല. നിങ്ങളുടെ ആ ഒരു കുടുംബത്തിലുള്ള സാഹചര്യം മോശമാണെങ്കിൽ അത് നല്ലതാവാൻ ശ്രമിക്കും. നല്ല ബാലൻസിലാവും. പിന്നെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരത്തില്ല ഒരിടത്തും. ഇവിടെ എന്തോ ഒരു കോസ്മിക് പവർ നിങ്ങളുടെ കൂടെയുണ്ട്. ആ ഒരു പവർ വെച്ച് നിങ്ങൾക്ക് ഒരു ഫിയർലെസ് ആയിട്ടുള്ള ജീവിതം ജീവിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. ഒരു കോസ്മിക് പവർ ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തിയിലൂടെ ആയിരിക്കാം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഫീലാകും എൻ്റെ കൂടെ എന്തോ ഒരു അജ്ഞാത ശക്തി ഉണ്ട്, അത് എന്നെ സഹായിക്കുന്നുണ്ട് എല്ലായിടത്തും എന്ന്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷിക്കണമെന്നുണ്ട് എന്ന് അങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി ഏതെങ്കിലും വ്യക്തിയോ ഏതെങ്കിലും സാഹചര്യമോ അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ആ ഒരു സാഹചര്യങ്ങൾ ക്രിയേറ്റ് ആക്കുന്നതോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ വിടുന്നതോ ദൈവമായിരിക്കും. കാരണം നിങ്ങൾ ആ ഒരു സന്തോഷം അനുഭവിക്കണമെന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ.